ഞങ്ങളെല്ലാവരും കൂടെ കാണാൻ പോകുന്നത് പുൽക്കൂടാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് പോയത് ഇവിടേക്കാണ്. അപ്പോൾ ഇവിടെ കുറേ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പുൽക്കൂട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും അമ്മയ്ക്ക് എന്നേക്കാളും കൂടുതൽ സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ കുറേ ഫോട്ടോ പോയിൻ്റ് അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടത് ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ പ്ലെയിനിൽ ഗിഫ്റ്റ് കൊണ്ടുകൊടുക്കാൻ പോണതാണ്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ അതൊരു പണി ഒരു ഇതായിട്ടുണ്ട്. പിന്നെ ഞങ്ങളവിടെ ടാറ്റ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നേരെ പോയത് ഈ ഒരു പള്ളിക്കാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ലൈറ്റൊക്കെ ഓഫാക്കി. അവിടെ ഇതേപോലെ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ പുൽക്കൂടെ കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ കുറേ സമയം ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ. മുകളിൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെയാണ് കാണുന്നത്. അവിടുത്തെ പുൽക്കൂട് പള്ളിയിലത്തെ പുൽക്കൂട് ഇങ്ങനെയാണ്. അവിടുത്തെ പ്രതിമകളൊക്കെ നല്ല വലിപ്പമുണ്ട്, നല്ല വലിയ. പിന്നെ കുറേ വീടുകളും ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കണ്ട പോലത്തെ ഒരു സംഭവം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഇവിടെ ഒത്തിരി എന്താ പറയുക വെള്ളത്തെ സ്നോ പോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് ഇങ്ങനെ വെട്ടി വെച്ചേക്കണം. ഫസ്റ്റ് ഇവിടെ നല്ല മേടം പോലെ നേരം വേണ്ട ചാഞ്ഞുടങ്ങി ഓരോന്ന് അങ്ങനെ ഓരോ ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പള്ളി കടച്ചു. എന്നാലും ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പോയി. എന്നിട്ട് വഴിപാടും ഇതൊക്കെ ഇട്ടു, പ്രാർത്ഥിച്ച് നല്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ പോന്നു. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേക ഇഷ്ടമുള്ള കാര്യം അവിടെ വലിയൊരു ഗാർഡനൊക്കെ ഉണ്ട്, വലിയ കുറേ പുല്ലും ഇതൊക്കെ ഇട്ട് അതാണ് ഇങ്ങനെ രാത്രി കാണാനൊക്കെ. പിന്നെ അവിടെ ചാറ്റ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പോയി.